ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇനി എന്ത് ചെയ്യുന്നൊരെത്തും പിടിയും കിട്ടുന്നില്ല ഗോവിന്ദമാമൻ. ബാലമാമൻ ശ്രേയെപ്പറ്റി അന്വേഷിച്ച പ്രശ്നമാവില്ലേ? ശരിയാ മോളെ, ഞാനും അത് ആലോചിക്കുന്നേ. ബാലൻ ശ്രേയെക്കുറിച്ച് അന്വേഷിച്ച ആകാശ ശ്രേയും ഇഷ്ടത്തിലായിരുന്നു എന്നറിയും. പിന്നെ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല മോളെ. പാവം അക്കുച്ചേട്ടൻ. ബാലമാമൻ അക്കുച്ചേട്ടനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഗോവിന്ദമാമൻ എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ബാലമാമനെ ശ്രേയെപ്പറ്റി അന്വേഷിക്കാൻ വിടരുത്. ഗോവിന്ദമാമ വിചാരിച്ച അത് നടക്കും. അത് ഞാൻ നോക്കിക്കൊള്ളാം മോളെ. ശ്രേയെപ്പറ്റി അന്വേഷിച്ച് മനസ്സിലാക്കാൻ ബാലൻ എന്നോടായിരിക്കും മോളെ പറയുന്നത്. അപ്പൊ ഞാൻ ശ്രേയെപ്പറ്റി അന്വേഷിച്ചെന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു നുണ പറഞ്ഞ് ബാലനെ സമാധാനിപ്പിക്കാം. മോള് വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരി. അല്ല, ആകാശെന്തിയ മോളെ? റൂമിലുണ്ട് ഗോവിന്ദമാമേ. ഞാൻ അവനെ പോയി കാണട്ടെ. ആ, മോനെ, ഒരു നുണ എവിടെയെല്ലാം എത്തി നിൽക്കുന്നു നീ ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഗോവിന്ദമാമ. നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല മോനെ. നമ്മളൊന്ന് വിചാരിക്കും, നടക്കുന്ന മറ്റൊന്നായിരിക്കും. എത്ര നാളിങ്ങനെ മറച്ചു പിടിച്ച് മുന്നോട്ട് പോകും? എന്നായാലും സത്യം എല്ലാവരും തിരിച്ചറിയും. പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവസാനിക്കാൻ വേണ്ടി ഞാൻ ക്യാമ്പിൽ ചെന്ന് ശ്രേയെ കണ്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഞാൻ എഴുതിയൊരു കത്ത് കൊടുത്തു. ആ കത്ത് വായിച്ച് ശ്രേയ അതെടുത്തു വെച്ചു. ഞാനും ബാല്യം ശ്രേയെ കാണാൻ ഓഫീസിൽ ചെന്നപ്പോ ആ കത്തെനിക്ക് തിരിച്ചു തന്നു. എന്നിട്ട് അർത്ഥം വെച്ച പോലെ എല്ലാത്തിനും തീർപ്പുണ്ടാക്കുമെന്ന് പറഞ്ഞു. ശ്രേയയുടെ മനസ്സിൽ എന്തൊക്കെ തീരുമാനങ്ങളുണ്ട്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും മോൻ ചാരുമോളെ കൈവിടരുത്. ചാരുമോളെ കണ്ണ് കലങ്ങിയ എല്ലാവരുടെയും മനസ്സ് വേദനിക്കും മോനെ. മോൻ ചാരുമോളെ കരയിക്കാൻ വിടരുത്. ശ്രേയാണ് ചീഫ് എഞ്ചിനീയറായിട്ട് വന്നതെന്ന് അക്കുച്ചേട്ടനോട് മറച്ചുവെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അക്കുച്ചേട്ടൻ എന്താ എന്നോട് പറയാതിരുന്ന്? പറയക്കുച്ചേട്ടാ. അക്കുച്ചേട്ടൻ എന്തിനിങ്ങനെ ടെൻഷൻ ആവുന്നേ? ശ്രേയ എന്നെ കണ്ടപ്പോ ഞാൻ ഷോക്കായി പോയി. പക്ഷെ ശ്രേയെ കണ്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി. എന്നാ ശ്രേയ എന്നെ മൈൻഡ് ചെയ്യുക പോലും ചെയ്തില്ല. എന്താ ശ്രേയ ഇങ്ങനെ? പുതുതായിട്ട് വന്ന ചീഫ് എഞ്ചിനീയർ അക്കുച്ചേട്ടനോട് മനസാക്ഷിയില്ലാതെ പെരുമാറുന്നു അറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് അക്കുച്ചേട്ടന്റെ സിൻസിയറിറ്റി അറിയാത്ത ഒരാളായതുകൊണ്ടായിരിക്കുന്ന. പക്ഷെ അക്കുച്ചേട്ടൻ അറിയാത്ത ആളല്ലല്ലോ ശ്രേയ. ശ്രേയ എന്തിനാ അക്കുച്ചേട്ടനോട് ഇങ്ങനെ പെരുമാറുന്നേ? അത്
ശ്രേയക്ക് അക്കുച്ചേട്ടനെ നന്നായിട്ട് അറിയാവുന്നതല്ലേ? പിന്നെ എന്തിനാ ശ്രേയ ദേഷ്യം കാണിക്കുന്നേ? അന്ന് നമ്മളെ കാണാൻ വന്ന ശ്രേയ ഒരു വാക്ക് പോലും പറയാതെ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് ശ്രേയയുടെ അമ്മയെ ഹോസ്പിറ്റലിൽ പോയി അക്കുച്ചേട്ടൻ കാണുകയും ചെയ്തല്ലേ? പിന്നെ എന്താ ശ്രേയക്ക് ഇത്രയും വൈരാഗ്യം തോന്നാൻ കാരണം? ശ്രേയയ്ക്ക് എന്നോടുള്ള വൈരാഗ്യത്തിന്റെ കാര്യം ഞാൻ നിന്നോട് എങ്ങനെ പറയും കാക്കോത്തി? അക്കുച്ചേട്ടൻ എന്തായി ആലോചിക്കുന്നേ? ശ്രേയ ഞാനിന്ന് വീട്ടിലേക്ക് വിളിച്ചതാ, വന്നില്ല. എന്താ ശ്രേയ ഇങ്ങനെ ഇങ്ങനെ മാറിപ്പോയത് അക്കുച്ചേട്ടാ? പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞും കേൾക്കാനുള്ളത് കേട്ടും പരസ്പരം വിശ്വസിച്ചില്ലെങ്കില് ജീവിതം തന്നെ തലകീഴായിട്ട് മറിയും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന്. ഞാനും ശ്രേയയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പ്രശ്നമില്ലെങ്കിൽ പിന്നെ ശ്രേയ എന്തിനാ ഒരു ശത്രുവിനെ പോലെ പെരുമാറുന്നേ? നീ ചിന്തിക്കുന്നത് പോലെ ശ്രേയയ്ക്ക് എന്നോട് ശത്രുതയൊന്നുമില്ല. അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നപ്പോ എങ്ങനെയായിരുന്നോ അതുപോലെയാ ചീഫ് എഞ്ചിനീയർ ആയപ്പോഴും. ഫ്രണ്ടിന് ഫ്രണ്ടിന്റെ സ്ഥാനം. ചീഫ് എഞ്ചിനീയർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ, നീയും അച്ഛനും വിചാരിക്കുന്നത് പോലെ ശ്രേയ എനിക്ക് മാത്രമല്ല ജോലി കൂടുതൽ തരുന്നത്. ഓഫീസിലെ ഓരോ സ്റ്റാഫിനും ഇതുപോലെ ജോലിയുണ്ട്. ശ്രേയയും 24 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ രാത്രിയിൽ എന്നെ വിളിച്ചോണ്ട് പോകാൻ ഇവിടെ വരില്ലല്ലോ. അവളെന്നോട് എന്റെ ജോലിയല്ലേ ചെയ്യാൻ പറയുന്നത്. പിന്നെ സർവേ, അതിവിടെ മാത്രമല്ല, എല്ലായിടത്തും സ്ട്രിക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇതൊരു വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല. അത് നീ അച്ഛനോട് പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. നീ കിടന്നു. അക്കുച്ചേട്ടാ, ഇനി എന്താ നിനക്ക്? അക്കുച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ശ്രേയ ഓഫീസിൽ ജോയിൻ ചെയ്ത കാര്യം എന്നോട് പറയാതിരുന്നത് എന്താ? പറയക്കുച്ചേട്ടാ. എന്റെ ഫ്രണ്ട് ശ്രേയയാണ് ചീഫ് എഞ്ചിനീയറായിട്ട് വന്നതെന്ന് അറിഞ്ഞ രമേശ് ചേട്ടനെ പോലുള്ളവർ അത് മുതലെടുത്ത് ഓരോന്ന് സഹായിച്ചെടുക്കാൻ ഓഫീസിലേക്ക് കയറി വരും. അത് എനിക്ക് മാത്രമല്ല, ശ്രേയയ്ക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാറുണ്ട്. നിന്നോട് പറയായിരുന്നു, പക്ഷെ നീ എല്ലാവരോടും പറഞ്ഞാലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പറയായിരുന്നു. അക്കുച്ചേട്ടാ, നിന്റെ ചോദ്യങ്ങൾ തീർന്നില്ലേ? ശ്രേയയുടെ കാര്യമല്ല, ഈ കട്ടിലിനടിയിലെ പെട്ടി അക്കുച്ചേട്ടന്റെ ആണോ? അതെ. എന്താ? അതൊന്ന് മാറ്റി വെച്ചോട്ടെ, നിറച്ചു പൊടിയാ. ഞാൻ 2-3 തവണ ക്ലീൻ ചെയ്തു. എന്നാലും അതില് എന്റെ ബുക്സ് എല്ലായിടത്തും ഷെൽഫിൽ വെച്ചിട്ട് പെട്ടിയെടുത്ത് മാറ്റിക്കോ. ഓക്കെ.